എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ സ്റ്റോൺ ഗ്രനേഡ് എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ടബിൾ സ്പീക്കറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിന് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റോൺ ഗ്രനേഡിൻ്റെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. പിന്നെ ഇറ്റ്സ് ബൂംബാസ്റ്റിക് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടൈറ്റിലും, കൂടാതെ സ്റ്റോൺ ബ്ലൂടൂത്ത് സ്പീക്കർ ഗ്രനേഡ്, 5 വാട്ട് മോണോ സ്പീക്കർ, അതുപോലെ തന്നെ IPX6 വാട്ടർ ആൻഡ് ഷോക്ക് റെസിസ്റ്റൻറ്റ്, റഗ്ഡ് ഡിസൈൻ. ഇനി മുകളിലും താഴെയും അതുപോലെ തന്നെ ഈ ഒരു ബോട്ട് പ്ലഗ് ഇൻ ടു നിർവാണ എന്ന് പറഞ്ഞിട്ട് അവരുടെ ലോഗോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇടത് സൈഡിൽ നോക്കുവാണെങ്കിൽ 12,000 mAh ബാറ്ററി ആണെന്നും അതുപോലെ തന്നെ അപ് ടു 7 hours ഓഫ് നോൺ സ്റ്റോപ്പ് ഡീറ്റോണേഷൻ, അതുപോലെ തന്നെ ഓക്സോർ മൈക്രോ SD കോമ്പാറ്റബിൾ. കൂടാതെ വലത് സൈഡ് നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. അതുപോലെ തന്നെ സ്റ്റൈലിഷ് റഗ്ഡ് ഡിസൈൻ, ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ഫംഗ്ഷൻ കൺട്രോൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പുറകിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പാക്കേജിങ് കണ്ടൈൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് ഉള്ളതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്പീക്കറാണ്. കൂടാതെ നമുക്കൊരു ഓക്സ് കേബിള്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോക്സിൽ കണ്ടതുപോലെ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ലഭ്യമാകുന്നത് ഒരു ഓക്സ് കേബിളും കൂടാതെ ഒരു മൈക്രോ USB കേബിളും പിന്നെ കുറച്ച് പേപ്പർ ബോക്സുകളുമാണ്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നില്ല. എന്തായാലും ഈ ഒരു ഓക്സ് കേബിൾ നമുക്ക് ലഭ്യമാകുന്നത് പൊതുവെ മറ്റുള്ള പോർട്ടബിൾ സ്പീക്കറിൽ കാണാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓക്സ് കേബിൾ. ഇനി നിങ്ങൾ ഏതിലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അത് എനിക്കും മനസ്സിലാകും, മറ്റുള്ളവർക്കും അതൊരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഒരു ഗ്രനൈഡിൻ്റെ മോഡലിലാണ്, പേര് പോലെ തന്നെ ഒരു ഗ്രനൈഡിൻ്റെ മോഡലിലാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്വാളിറ്റിയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരേ ഒരു കളറായിട്ടുള്ള ബ്ലാക്ക് കളറിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ ലഭ്യമാകുന്നത്. വേറെ ഏതെങ്കിലും കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലഭ്യമാകത്തില്ല. ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ മാത്രമാണ്. ആക്ച്വലി ഇതൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് നമുക്കിത് ലഭ്യമാകുന്നത്. ഇനി ഫിസിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് വലതുവശത്ത് നോക്കുവാണെങ്കിൽ വോളിയം അപ്പ് ബട്ടൺ, അതുപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടൺ, പ്ലേ ആൻഡ് പോസ് ബട്ടൺ കാണാൻ സാധിക്കും. കൂടാതെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഇനി താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതൊരു റബ്ബർ കോട്ടിങ്ങോട് കൂടിയിട്ടാണ്, ആക്ച്വലി റബ്ബർ കോട്ടിംഗ് അല്ല, ഒരു റബ്ബർ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു കവറോട് കൂടിയിട്ടാണ് ഒരു പോർഷൻ ഉള്ളത്. അത് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മൈക്രോ USB പോർട്ടും കൂടാതെ ഒരു ഓക്സ് പോർട്ടും കൂടാതെ ഒരു മൈക്രോ SD കാർഡ് പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മൈക്രോ SD കാർഡ് പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഡിവൈസസിൽ കണക്ട് ചെയ്യേണ്ടതിന് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അതായത് SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സ്പീക്കറിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും അതിനകത്തോട്ട് ഒറ്റ തരി വെള്ളം പോലും അല്ലെങ്കിൽ ഒരു അംശം വെള്ളം പോലും കയറാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു നല്ലൊരു റബ്ബർ ടൈപ്പ് കവറാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഈ ഒരു കവറിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൻ്റെ ലോഗോയും കൂടാതെ മോഡൽ നമ്പറും അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് DCയും അതുപോലെ തന്നെ IPS6 ഒരു IPS6 റേറ്റഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഹൈലൈറ്റ്സ് തന്നെയാണ്. അതായത് നമുക്ക് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വാട്ടാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. 5 വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പാട്ടുകൾ കേൾക്കാം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ 1200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു 1200 mAh നമുക്ക് 7 മണിക്കൂർ വരെ പാട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ഈ ഒരു 1200 mAh 100% ആകാനായിട്ട് ചാർജ് ആകാനായിട്ട് 2 മണിക്കൂർ എടുക്കും എന്നുള്ളതുമാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു IPS6 ഒരു വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിങ്ങിലും അതുപോലെ തന്നെ ഇനി വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് വീണാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് പൊതുവെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും റെഡിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ റിട്ടേൺ അടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസസിലെ പോലെ തന്നെ 10 മീറ്റർ ആണ്. ഒരു ബിൽറ്റ് ഇൻ മൈക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഇതിനകത്ത് ഡിവൈസ്
ഡിവൈസിൽ കണക്ട് ചെയ്തൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഓഫർ സമയത്ത് നമുക്ക് 999 രൂപയ്ക്കാണ് ഈ ഒരു സ്പീക്കർ ലഭ്യമാകുന്നത്. അല്ലാത്ത സമയത്ത് ചില സമയത്ത് 1500 ഒക്കെ കാണിക്കുന്നുണ്ട്, ചില സമയത്ത് 1200 കാണിക്കുന്നുണ്ട്. എന്തായാലും ഓഫറിന് ഞാനിത് മേടിച്ചത് 999 രൂപയ്ക്ക് ബിഗ് ബില്യൺ ഡേയിലാണ്. അതുകൊണ്ട് തന്നെ 999 രൂപയ്ക്ക് ഈ ഒരു സ്പീക്കർ മേടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർത്ത് ബൈയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൻസർ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതുമാണ്. ഒരു വർഷം നമുക്ക് ഈ ഒരു സ്പീക്കറിന് ഡൊമസ്റ്റിക് വാറന്റിയും ഈ ഒരു ബോട്ട് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കറിന്റെ സൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കൈയുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു പോർട്ടബിൾ സ്പീക്കർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഈവൻ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഇതുപോലൊരു ഹാങ് ചെയ്യാനുള്ള ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും പാട്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഒരു 9.5 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 9 ഓൾമോസ്റ്റ് ഒരു 9 സെന്റിമീറ്റേഴ്സ് ആണ് വിഡ്ത്ത്. അതുപോലെ തന്നെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 4.5 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ബോട്ടിന്റെ ഒരു മറ്റുള്ള ഏതെങ്കിലും ഒരു നെക്ക് ബാൻഡോ അല്ലെങ്കിൽ ഇയർഫോണോ ഒക്കെ മേടിച്ചിട്ട് അതിന്റെ ഒരു ക്വാളിറ്റിയിൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 5 വോട്ടിന്റെ ഒരു മോണോ സ്പീക്കർ മാത്രമാണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് അത്യാവശ്യം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് നമുക്ക് വലിയ മ്യൂസിക് ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ 100% ഇട്ടാലും നല്ല ലൗഡായിട്ടൊരു ക്വാളിറ്റിയിൽ നമുക്ക് ലഭ്യമാകത്തില്ല എന്നുള്ളത് ഈ ഒരു സ്പീക്കറിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. അതല്ല നിങ്ങളൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ആളിന് മേടിക്കാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പീക്കർ തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ സ്റ്റോൺ ഗ്രനേഡ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ നിങ്ങൾക്ക് നല്ല ലൗഡായിട്ട് നല്ല ബാസും അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ ടൈപ്പ് പാട്ടുകളാണ് കേൾക്കാൻ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് ഔട്ട്പുട്ടാണ് ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് മേടിക്കരുത്. നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് വിഷമം തന്നെ ഉണ്ടാകും. പിന്നെ നിങ്ങളത് ഉറപ്പായിട്ടും റിട്ടേൺ അടിക്കാൻ നോക്കത്തേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് അല്ല നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൊതുവെ ഞാൻ ഈ ഒരു സ്പീക്കറിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലുക്ക് കാണാൻ നല്ല രസമാണ്, പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് അത്ര പോരാ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എനിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കേൾക്കാനാണെങ്കിൽ ഓക്കെയാണ്, ഇത് ബെറ്റർ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സാധനം ലുക്ക് മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് വളരെ മോശം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു പോർട്ടബിൾ സ്പീക്കർ ആണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമുക്ക് അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 999 രൂപയ്ക്കാണ് നമുക്ക് ഓഫർ ടൈമിൽ നമുക്ക് ലഭ്യമാകുന്നത് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ. എന്നാൽ ഇത് ഓഫർ ടൈം കഴിയുമ്പോഴത്തേക്ക് 1200 അതുപോലെ തന്നെ 1500 ഒക്കെ ഞാൻ ഇതിന് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈവൻ 999 രൂപയ്ക്ക് പോലും ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് വರ್ತല്ല എന്നേ പറയത്തുള്ളൂ. കാരണം ഇൻഫിനിറ്റിയുടെ ഫ്യൂസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് ലഭ്യമാകുന്നത്. അതിന് ഇതുപോലെ എനിക്ക് തോന്നുന്നു 1000 1100 രൂപയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണെങ്കിൽ 4.5 വോട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൽ 5 വോട്ട് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ബോട്ടിൻ്റെ തന്നെ ഒരു പോർട്ടബിൾ സ്പീക്കർ അത്യാവശ്യം ബജറ്റ് സ്പീക്കർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബോട്ടിൻ്റെ റഗ്ബി മേടിക്കാവുന്നതാണ്. ആ ഒരു സ്പീക്കറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ മേലെ കാണുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അത് പക്ഷേ നമുക്ക് വർത്ത് തന്നെയാണ്. ഈ ഒരു 1100 കിട്ടിയാലും അല്ലെങ്കിൽ 1200 കിട്ടിയാലും ഓഫർ ടൈമിൽ ഇതുപോലെ 1100 200 ഒക്കെ തന്നെയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ 1500 600 ഒക്കെയാണ്. പക്ഷേ 1100 രൂപയ്ക്ക് നമുക്കത് മേടിച്ച് കഴിഞ്ഞാൽ, അതായത് 1000 രൂപയ്ക്ക് ഇത് മേടിക്കുന്നതിനേക്കാളും ഒരു 100 രൂപ എക്സ്ട്രാ കൊടുത്ത് നമ്മൾ ആ ഒരു ബോട്ട് റഗ്ബി മേടിക്കുവാണെങ്കിൽ നമുക്കത് നല്ല അഡ്വാൻറ്റേജും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ആ ഒരു റഗ്ബി മേടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോർട്ടബിൾ സ്പീക്കറിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിനെ കുറിച്ചിട്ടുള്ളൊരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.